കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭവും അതിന്റെ ഫലമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നാശനഷ്ടങ്ങൾ തടയാനും മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലും വാസസ്ഥലങ്ങളും സംരക്ഷിക്കാനും അടിയന്തര നടപടി വേണമെന്ന് ഡോക്ടർ MP അബ്ദുസ്സമദ് സമദാനി MP ലോകസഭയിൽ ആവശ്യപ്പെട്ടു. അറബിക്കടൽ തീരത്ത് കടൽക്ഷോഭം വർഷം തോറും വർദ്ധിക്കുന്ന പ്രതിഭാസമാണുള്ളത്. അനന്തരഫലമായി കടൽ കരയിലേക്ക് കയറി വരികയും മീറ്ററുകളോളം തീരം കടലെടുക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണുള്ളതെന്ന് പൊന്നാനി ലോകസഭാ മണ്ഡലത്തിലെ വെളിയംകോട്, പാലപ്പെട്ടി, അജ്മീർ നഗർ എന്നീ പ്രദേശങ്ങളിലെയും പരിസരങ്ങളിലെയും കടൽക്ഷോഭക്കെടുതികൾ ലോകസഭയിൽ അവതരിപ്പിച്ചുകൊണ്ട് സമദാനി പറഞ്ഞു. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെയും അവരുടെ വാസസ്ഥാനങ്ങളുടെയും സുരക്ഷയ്ക്ക് കടുത്ത ഭീഷണി ഉയർത്തുന്ന സാഹചര്യം സമദാനി സഭയിൽ വിവരിച്ചു. പ്രശ്നത്തിന്റെ ഗൗരവാവസ്ഥയെക്കുറിച്ച് സമുദ്രശാസ്ത്രത്തിലെയും പരിസ്ഥിതി ശാസ്ത്രത്തിലെയും കോസ്റ്റൽ എഞ്ചിനീയറിംഗിലെയും വിദഗ്ധരെ ഉൾപ്പെടുത്തിയുള്ള ആധികാരികവും ശാസ്ത്രീയമായ പഠനം നടത്താൻ ഗവൺമെന്റ് തയ്യാറാകണം. തീരപ്രദേശത്തെ മണ്ണിനെയും അവിടുത്തെ മനുഷ്യരെയും സംരക്ഷിക്കാൻ അടിയന്തര നടപടികൾ വേണം. സംസ്ഥാനത്ത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കടൽക്ഷോഭത്താൽ കഷ്ടപ്പെടുന്ന തീരപ്രദേശവാസികൾക്ക് നഷ്ടപരിഹാരവും മറ്റ് സാമ്പത്തിക സഹായങ്ങളും അടങ്ങുന്ന പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും സമദാനി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പൊന്നാനി ലോകസഭാ മണ്ഡലത്തിലെ പാലപ്പെട്ടി, അജ്മീർ നഗർ, വെളിയങ്കോട് എന്നിവിടങ്ങളിലും പരിസരങ്ങളിലും കടൽക്ഷോഭം കൊണ്ടുണ്ടായ നാശനഷ്ടങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് ഏറെ പ്രയാസമുണ്ടാക്കി. അതോടൊപ്പം തണ്ണിത്തുറ, പത്തുമുറി, അരയൻ കടപ്പുറം, സുൽത്താൻ വളവ്, വാടിക്കൽ, പള്ളിവളപ്പ്, വാക്കാട്, പടിഞ്ഞാറേക്കര, നേർക്കൂട്ടായി, മൂന്നങ്ങാടി, കോതപറമ്പ്, കാശ്മീർ ബീച്ച്, ആശാൻപടി, പറവണ്ണ, ഉണ്ണിയാൽ, എടയ്ക്കടപ്പുറം, പുതിയ കടപ്പുറം, അഞ്ചുടി, ചീരാൻ കടപ്പുറം, തൂവൽ തീരം, ചാപ്പപ്പടി, ആലുങ്ങൽ ബീച്ച്, സദാം ബീച്ച് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തീരപ്രദേശങ്ങൾക്ക് സുരക്ഷാ നടപടികൾ ആവശ്യമാണ്. കടൽക്ഷോഭം മത്സ്യബന്ധനത്തെ മാത്രമല്ല പ്രാദേശിക കച്ചവടങ്ങളെയും റോഡും പാലവും അടങ്ങുന്ന ഭൗതിക സൗകര്യങ്ങളെയുമെല്ലാം തകർക്കുകയാണ്. പുലിമുട്ടടക്കമുള്ള തീരസംരക്ഷണ സംവിധാനങ്ങൾ വിപുലമായും അടിയന്തരമായും ഏർപ്പെടുത്താനും നടപടി സ്വീകരിക്കണമെന്നും സമദാനി ആവശ്യപ്പെട്ടു. Sir, the serious phenomenon has resulted in the loss of several meters of shoreline in places like Palapatti, Ajmer Nagar, Veliyangod, etc. And also, sir, protection measures are highly needed, urgently needed in various other places including Tannithura, Pattumuri and Padinjarekara, Nerkuttai, Moonangadi, Kodaparambu, Kashmir Beach, Ashanpadi, Vadikal, Pallivalappu, Vakadi, Adakadapuram, Paravanna, Pudiyagadapuram, Anjudi, Chiran Gadapuram, Tuval Thiram, Chapapadi, Alingal Beach, Saddam Beach. All these areas, sir, belonging to my constituency, Pannani. This threatens the livelihoods of fishermen, as fishing and other local businesses have been adversely affected, along with the infrastructure such as roads, bridges, and public utilities. Madam, this problem affects Kerala's entire Arabian Sea coast. I urge upon the government to do the needful to conduct an authentic and scientific study involving experts in oceanography, environmental science, and coastal engineering, to identify the root causes of this increased sea turbulence and coastal erosion. Madam, immediate steps need to be taken to implement the safety measures such as the construction of permanent protection like breakwater, tetrapod systems, etc. PGTV News, Ponnani. പരിശീലന മികവിൽ സംസ്ഥാനത്ത് ഉയർന്ന സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കി എല്ലാ ട്രേഡുകളിലും അതിനൂതന സാങ്കേതിക വിദ്യകളുടെ പരിശീലനത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് എല്ലാ വർഷവും ഏറ്റവും മികച്ച വിജയ ശതമാനവുമായി വിക്ടറി ITI, കുറ്റിപ്പുറം റോഡ്, എടപ്പാൾ.